പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. അത് വേറൊന്നുമല്ല, കാലം എത്ര കടന്നുപോയാലും ആ പേര് പല രൂപത്തിലും ഭാവത്തിലും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് വളരെ വേഗത്തിൽ ഇസ്ലാം വളരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന പലയിടങ്ങളിലും ആ വളർച്ചയ്ക്ക് ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായെത്തിയ, പ്രബോധനം നടത്തിയ പ്രവാചകന്റെ അനുഭവവും അതുല്യവുമായ ആ ജീവിതത്തിൻ്റെ ഉത്ബോധനങ്ങൾ, അവിടുത്തെ ജീവിതത്തിൻ്റെ പഠനങ്ങൾ, ആ മാതൃകകൾ, അത് ലോകത്താർക്കും നിഷേധിക്കാവുന്നതല്ല. എന്തെല്ലാം രൂപത്തിലും ഭാവത്തിലും അതിനെ ഇകഴ്ത്താനോ ഇടിച്ചു താഴ്ത്താനോ അല്ലെങ്കിൽ അതിനെ മറ്റു തരത്തിൽ എന്തെങ്കിലും മോശപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചാലും ആ പേര് തന്നെ പല രൂപത്തിലും പല രീതിയിലും പല ചർച്ചകളിലായി ഈ ലോകത്ത് നിറഞ്ഞു തന്നെ നിൽക്കും. ഒരുപക്ഷെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പേരുകളും അതുതന്നെയായിരിക്കും. പ്രവാചകന്റെ ജീവിതകാലത്ത് കേട്ടിട്ടില്ലാത്ത വളരെ വിചിത്രവും ആസൂത്രിതവുമായ ഒരുപാട് ആരോപണങ്ങളും ചർച്ചകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോഴത്തെ കാലം. സാധാരണ ഏതൊരു മനുഷ്യനെയും വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹം ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നും ഒക്കെയുള്ളത്. അന്ന് വിശ്വാസപരമായി വ്യതിചലിച്ചു നിന്നവർ പോലും പ്രവാചകനെ അൽ അമീൻ എന്നാണ് വിശേഷിപ്പിച്ചത്. വിശ്വസ്തൻ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് വിശ്വാസത്തോട് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പലതും ചെയ്യുമ്പോഴും പ്രവാചകൻ സത്യസന്ധനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും സ്ത്രീ ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഗതികളോ വസ്തുതാപരമായി ആരും ഉന്നയിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, ലോകത്തെ എക്കാലത്തെയും ഏതെങ്കിലും ഒരു നേതാവിനെ ആ രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ അനുകരിക്കുന്നതിന് അനുയായികൾ കാലമേറെ കഴിഞ്ഞിട്ടും എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആവേശപൂർവം അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ജനത, ഒരു വിശ്വാസം ഇങ്ങനെ അനവരതം മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അതിനും തർക്കമുണ്ടാവില്ല. പല ഭരണഘടനാ ഗ്രന്ഥങ്ങളിലും പല ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രവാചകനെക്കുറിച്ചുള്ള ആ പേരുകളും അവിടുത്തെ പഠനങ്ങളും അവിടുത്തെ വാചകങ്ങളും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അതിന് ദൈർഘ്യമേറിയ ഒരു വീഡിയോ വേണ്ടിവരും. എന്നാൽ പിൽക്കാലത്ത് പലതരത്തിലും പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോഴും ഏറ്റവും പുതിയ വാർത്തയിലും മുഹമ്മദ് എന്ന പേരാണ് മുന്നിൽ. UK 2020 മുതൽ വിവിധ വർഷങ്ങളിൽ കുട്ടികൾക്ക് പേരിടുന്നതിൻ്റെ ആ പ്രത്യേകതകൾ അനലൈസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട്. 2021 20 ഒക്കെ 10 പേരുകളിൽ ഒന്നായിരുന്നു മുഹമ്മദ്. എന്നാൽ 2022 ആയപ്പോഴേക്കും നൂഹ് 1-ാം സ്ഥാനത്തും പ്രവാചകന്റെ പേര് 2ഓ 3ലേക്കോ ഒക്കെ എത്തി. ഏറ്റവും പുതിയ കണക്ക് കഴിഞ്ഞ ദിവസം UK ഈ ഏജൻസി പുറത്തുവിടുമ്പോൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിയത് മുഹമ്മദ് എന്ന പേരാണ്. മുഹമ്മദ് എന്ന് പേരിടുന്നത് വേറെ ഏതെങ്കിലും ഈ പറയുന്ന വാക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഒരു കാലത്തെ പേരുകളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടി, കുഞ്ഞ്, അതുപോലെ അച്യുതൻ, ചെല്ലപ്പൻ എന്നൊക്കെ പറയുന്ന പഴയ കാലത്തെ പേരുകളൊക്കെ മാറി ഇപ്പോൾ അതിനു പകരം പുതിയ കാലഘട്ടത്തിൻ്റെ പേരുകളാണ് വരുന്നത്. പക്ഷേ കാലം എത്ര മാറിയിട്ടും കാലഘട്ടം മാറിയിട്ടും അതിലൊരു വ്യത്യാസവുമില്ലാത്ത പേരാണ് മുഹമ്മദ്. ആ മുഹമ്മദ് എന്നത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നാമധേയം അന്വർത്ഥമാക്കുന്ന ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ്. അത് കാണുമ്പോൾ ഇനിയിപ്പോൾ ആരിഫ് ഹുസൈനും രവിചന്ദ്രനുമൊക്കെ കുരുപൊട്ടിയൊലിക്കും, വലിയ ചർച്ചകൾ നടക്കും, വലിയ വിവാദങ്ങൾ നടക്കും, വിശദീകരണങ്ങൾ കൊണ്ടുവരും, യുക്തി കൊണ്ട് അതിനെ അളക്കാൻ ശ്രമിക്കും, ശാസ്ത്രം കൊണ്ട് അതിനെ ഉടുപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ എന്ന് വേണ്ട എല്ലാത്തിലും അതിനെ മുക്കി വെക്കാൻ ശ്രമിച്ചാലും അതങ്ങനെ ഉയർന്നു തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത.